അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധമാക്കപ്പെട്ട റമദാനിൽ ഒരു ഹജ്ജ് ചെയ്തതിൻ്റെ പ്രതിഫലമാണ് നമ്മളൊരു ഉംറ നിർവഹിക്കുക എന്നതിലുള്ളത്. അതിനാൽ തന്നെ റമദാൻ മാസം ഏറ്റവും അധികം തിരക്കേറിയ സമയമാണ് ഉംറ നിർവഹിക്കാൻ പോകുന്നവർക്ക്. ഏറ്റവും കൂടുതൽ മക്കത്ത് അനുഭവപ്പെടുന്ന ഒരു മാസം അറബി മാസം എന്ന് പറയുന്നത് അത് റമദാൻ മാസത്തിലാണ്. ഈ സമയത്ത് പലരും ഒറ്റയ്ക്ക് ഉംറയ്ക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. എങ്ങനെ ഒറ്റയ്ക്ക് ഉംറയ്ക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എവിടെ റൂം കിട്ടും, എത്ര രൂപക്കാണ് റൂം കിട്ടുക, എങ്ങനെയാണ് നമ്മൾ വിസ അടിക്കുക എന്ന കാര്യങ്ങളൊന്നും കൃത്യമായി അറിയാതെ ഒരുപാട് ആളുകൾ ഇന്നും അത് അന്വേഷിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കോഴിക്കോട് നിന്നും കൊച്ചിയിൽ നിന്നൊക്കെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഈ സമയങ്ങളിൽ വളരെ കുറവാണ്. കാരണം കേരളത്തിൽ നിന്നും മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ചിടത്തോളം വളരെ ആളുകൾ കുറവാണ്. പക്ഷേ ഹറമിൽ നല്ല തിരക്കുണ്ട്. ആയതുകൊണ്ട് ഈ സമയത്ത് ടിക്കറ്റിന് വളരെ റേറ്റ് കുറവാണ്. അതായത് ഇന്ന് നാളെ അടക്കമുള്ള ദിവസങ്ങളിലൊക്കെ ടിക്കറ്റിന് വളരെ റേറ്റ് കുറവാണ്. ഈ സമയത്ത് ഒരുപാട് ആളുകൾക്ക് പോകാൻ അവസരവും കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല വിസ പെട്ടെന്ന് അടിച്ച് കിട്ടി പോകാനുള്ള യാത്രാ സൗകര്യങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ നടക്കുന്നുണ്ട്. ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഒറ്റയ്ക്ക് ഉംറയ്ക്ക് പോവുകയാണെങ്കിൽ ഏറ്റവും താമസിക്കാൻ എളുപ്പ വഴി എവിടെയാണെന്നും അതുപോലെ തന്നെ ഹറമിൻ്റെ തൊട്ടടുത്ത് താമസിക്കുകയാണെങ്കിൽ എത്ര രൂപയ്ക്ക് നമുക്ക് റൂം കിട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായി ഇതിലൂടെ പറയുന്നുണ്ട്. ഹറമിൻ്റെ തൊട്ടടുത്തുള്ള ഹോട്ടലുകളിലും അതുപോലെ തന്നെ ബീർബലി അതുപോലെ അജിയാദ് സദ് ഭാഗത്തുള്ള ഹോട്ടലുകളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യും, റൂമുകൾ ലഭ്യമാണ്, അവൈലബിൾ ആണ്. പക്ഷേ ബുക്കിംഗ് ഒരുപാട് ആയിട്ടുണ്ട്. നമ്മൾ ചിലപ്പോൾ നമ്മൾ വിചാരിച്ച ഡേറ്റിൽ തൊട്ടടുത്തുള്ള ഹോട്ടലുകൾ കിട്ടിക്കൊള്ളണമെന്നില്ല. എന്നിരുന്നാലും നമുക്കൊരുപാട് റൂംസ് അവൈലബിൾ ആണ്. പക്ഷേ റമദാൻ മാസത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ റേറ്റ് വരുന്ന സമയമാണ് റൂമുകൾക്കൊക്കെ. അതുകൊണ്ട് നിങ്ങൾക്ക് തൊട്ടടുത്ത് റൂം വേണം എന്നുള്ളവർക്ക് ഏകദേശം ഏറ്റവും ചുരുങ്ങിയത് 250 റിയാൽ മുതൽ 250 റിയാൽ മുതൽ ഒരു ദിവസത്തേക്ക് റൂമിന് ചിലവ് വരും. പക്ഷേ നിങ്ങൾക്ക് കുറച്ചും കൂടി ഡൽഹി ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ 200 റിയാൽ റേഞ്ചിലൊക്കെ എന്ത് ചെയ്യും, 200 റിയാലിൻ്റെ തൊട്ട് താഴെയായിട്ടൊക്കെ റൂമുകൾ നിങ്ങൾക്ക് ലഭ്യമാകും. കാരണം ഈ മാസമാണ് ഹോട്ടലുകൾക്ക് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്നൊരു മാസം എന്ന് പറയുന്നത് റമദാൻ മാസത്തിലാണ്. സാധാരണ നമ്മൾ 100 റിയാലിനും 110 റിയാലിനും കിട്ടുന്ന റൂമുകളാണ് പിന്നീട് 200-250 റിയാലിലേക്കൊക്കെ മാറിക്കൊണ്ട് അത്രക്കും 2 ഇരട്ടിയിലധികം വർധനവൊക്കെയാണ് റൂമിന് നമുക്കവിടെ അനുഭവപ്പെടുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അജിയാദ് സദ്, അജിയാദ് മസാഫി, അജിയാദ് ബീർബലി, ഫുന്ദുഖ് ഷോദിൻ്റെ ഭാഗം ആ ഭാഗത്തൊക്കെ റൂം കിട്ടുമ്പം ഏകദേശം നല്ലൊരു എമൗണ്ട് റൂമിന് ചിലവ് വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ഗല്ലി ഭാഗത്തേക്കൊക്കെ നോക്കുകയാണെങ്കിൽ ഗല്ലിയുടെ ഭാഗത്തേക്കോ ഒക്കെ നിങ്ങൾ റൂം പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 200 റിയാലിന് താഴെയായിട്ട് നിങ്ങൾക്ക് റൂം എന്ത് ചെയ്യും, അവൈലബിൾ ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ അസീസിയ ഭാഗത്തേക്കൊക്കെ നല്ല റൂമുകൾ, അതായത് നല്ല സ്റ്റാൻഡേർഡ് റൂമുകൾ നിങ്ങൾക്ക് കിട്ടും. അതും കുറച്ച് 200 റിയാലിൻ്റെ താഴെയായിട്ട് എന്ത് ചെയ്യും, നിങ്ങൾക്ക് അവിടെ റൂമുകൾ അവൈലബിൾ ആണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യണം, നിങ്ങൾ ഹോട്ടൽ ബുക്കിംഗ് കൺഫേം ആക്കി വെക്കണം. കാരണം നമ്മൾ വിചാരിക്കുന്ന ഹോട്ടലുകൾ അവിടെ എത്തി ബുക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ വിചാരിച്ച ബഡ്ജറ്റിൽ എന്ത് ചെയ്യില്ല, ഹോട്ടൽ ബുക്കിംഗ് കിട്ടിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടുന്ന് പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഏത് ഹോട്ടലാണോ കണ്ടത് ആ ഹോട്ടലിൻ്റെ ബുക്കിംഗ് എടുത്ത് അഡ്വാൻസ് കൊടുത്ത് കൺഫേം ആക്കി വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. ഇൻഷാ അല്ലാഹ് കൂടുതൽ വിവരങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.